100K ഭയങ്കര ഡ്രീമാണ് കേട്ടോ. അത് ഉടനെ നമ്മളിങ്ങനെ എന്തായാലും മറ്റേ കൊടുക്കുമെന്ന് തീരുമാനിച്ചു. അപ്ഡേറ്റ് ചെയ്തു വിൽക്കണ സമയത്ത് അത് ചെറിയ അങ്ങനെ അപ്പൊ വാങ്ങുന്ന ആൾക്കാർക്ക് ഉപകാരമായിക്കോട്ടെ. അതായത് ചെറിയൊരു 500 ലാഭം. പക്ഷെ ഇതവിടെ കണ്ടു കഴിഞ്ഞപ്പോഴേ നിസാര സമയം കൊണ്ടാണ് 150 രൂപ വരെ എല്ലാ ഫോണിൽ തന്നെയാണല്ലേ. എന്തോ സംഭവം ഇവിടെ 3 മണിക്ക് ഇടാനുള്ള വീഡിയോ ആണ്. പൈസ കിട്ടി തുടങ്ങിയിട്ടില്ല യൂട്യൂബിൽ നിന്ന്. ആ ഒരു സമയത്ത് കഷ്ടപ്പെട്ട് വണ്ടി ഗോപ്രോ അടിച്ചു പോയി. ബൈക്ക് വാങ്ങാൻ പറ്റില്ല, എനിക്ക് ഹെൽമെറ്റ് വാങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ബൈക്ക് വാങ്ങിക്കുന്നതിന് ഹെൽമെറ്റ് ഇതിന്റെ നടുവിൽ ഞാൻ ഒരു ഗോൾഡും കൂടെ കൊണ്ടുപോയി. അത് ഉടനെ കിട്ടും. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കേരള റൈഡ് കണ്ടിന്യൂ ചെയ്ത് ഇപ്പോഴും തൃശ്ശൂർ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായി കാണും, ഇല്ലെങ്കിൽ ഇതാണ്ട് മനസ്സിലാക്കിക്കോ. നമ്മുടെ അരുൺ സ്മോക്കി ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം സ്മോക്കി വെച്ചാൽ നൈസിന് ഇവിടെ അങ്ങ് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനുണ്ട് റോഹിൻ അങ്ങോട്ട് കയറി ഫ്രെയിമിൽ കയറി. അപ്പോൾ ഞാനും റോഹിനും കൂടെ കറങ്ങി തിരിഞ്ഞ അവസാനം നമ്മുടെ സ്മോക്കി വെച്ചാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. വെച്ചാൽ ഒരു ഹായ് കൊടുത്ത എല്ലാവർക്കും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് രംഗത്ത് തിളങ്ങി നിൽക്കുന്ന നമ്മുടെ സ്മോക്കി മച്ചാൻ വീട് സ്വന്തമാക്കിയേക്കാണ്, അതും സ്വന്തം കഷ്ടപ്പാടില്. അപ്പൊ മച്ചാൻ ഈ ഒരു അവസരത്തിൽ എന്താണ് പറയുന്നത്? നമ്മൾ നേരത്തെ കണ്ടിട്ട് പോയത് പിന്നെ അന്ന് ഗ്രൗണ്ട് വെച്ചില്ല കണ്ടല്ലേ. അപ്പം അവിടെ നിന്നും സ്വന്തമായിട്ടൊരു വീട് വാങ്ങിച്ചപ്പോ ഉള്ള ഒരു കോൺഫിഡൻസ് ലെവല് അത് ഇപ്പൊ എത്രത്തോളമാണ്? അത് എന്തെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. വല്ലാത്ത കുറെ എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടായി. പിന്നെ 2020 ഞാനിപ്പോ ഒരു 2008 കാലഘട്ടത്തിൽ പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ്. അതായത് അപ്പൊ എനിക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മുതൽ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്ര നാളെടുത്തിട്ട് കാണിച്ചാലും യൂട്യൂബിന്റെ എല്ലാവരുടെയൊക്കെ സഹായം കൊണ്ട് 28ാമത്തെ വയസ്സിൽ സെറ്റ് ചെയ്യുന്ന വിചാരിച്ചിട്ട് 25ാമത്തെ വയസ്സിൽ 2020 എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പണി കിട്ടിയ വർഷമാണെച്ചെങ്കിൽ എനിക്ക് കുറെ നല്ല കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ സൂപ്പർ ബൈക്ക്. അപ്പോഴേ 25 വയസ്സിൽ സ്വന്തമായിട്ട് വീട്ടിലെ ആരുടെ അധ്വാനം അല്ല സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു റേഞ്ച് വേണം കേട്ടോ. അതിന് ആദ്യം ഒരു കൺഗ്രാറ്റ്സ് കേട്ടോ. അപ്പൊ എല്ലാരും കണ്ടുപിടിക്കേണ്ട ഒരു മാതൃകയാക്കേണ്ട ഒരു യുഗ പുരുഷനാണ് കേട്ടോ അരുൺ സ്മോക്കി. യുഗപുരുഷൻ കിടക്കട്ടെ. കാരണം എല്ലാരും ഈ ഒരു പ്രായത്തിൽ കറങ്ങി നടക്കുമ്പോൾ ബ്രോ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രായത്തിലുള്ളവർക്ക് ഒരു കോൺഫിഡൻസ് ഇതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറങ്ങി നടന്നുകൊണ്ട് അപ്പൊ നമുക്ക് വീട് തന്നെ കണ്ടോണ്ട് തുടങ്ങാം വീഡിയോ. അപ്പൊ നേരെ വീട്ടിലെ അകത്തോട്ട് പോവാം. ബക്കറോ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ വിശാലമായ ഒരു ഹാള്. വീട് വാങ്ങിച്ചതിന് പുറമെ ഇതിന്റെ ഒക്കെ പൈസ കൂടെ സെറ്റ് ആക്കേണ്ടതായിട്ട് വന്നു. അതായത് ഈ ഒരു ഡിസംബർ മാസം ഫുൾ ഓട്ടത്തിലായിരുന്നു. എന്തായാലും എല്ലാം ഭംഗിയായിട്ട് എടുത്തു. വീട് പിന്നെ ടി വി സൈഡ് പുതിയത് മേടിച്ചല്ലേ? അല്ലല്ല, പഴയത് ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പക്ഷെ സോഫയൊക്കെ പുതിയത്. അതെല്ലാം എല്ലാരും വീഡിയോ പ്ലാനുള്ള പണ്ടേ ഞാൻ വലിയൊരു ടി വി മേടിച്ചു വെച്ചിട്ട് വീടിന് മുമ്പേ ടി വി. നമ്മള് ചില മച്ചാമാര് നമ്മുടെ ബൈക്ക് വാങ്ങിക്കുന്നതിന് മുമ്പ് ഹെൽമെറ്റ് വാങ്ങിക്കും. അതെന്ന് വെച്ചാൽ അതെന്ന് പറഞ്ഞാൽ അത് കണ്ടുകൊണ്ട് ആ ഒരു ഡ്രീം എന്ന് ഓർക്കാൻ വേണ്ടിട്ട്. അപ്പം അതൊരു വേറെ ലെവലാണ് കേട്ടോ. എല്ലാം പുതിയതാണ്. ഡൈനിങ് ടേബിളിലൊക്കെ ഇരുന്ന് ഞാൻ ചോറ് കഴിച്ചിട്ടില്ല, ഹോട്ടലിലൊക്കെ പോകുമ്പോഴാണ് കഴിച്ചോർന്നത്. അപ്പൊ ആ ഒരു മോഹന്റെ 25ാമത്തെ വയസ്സിൽ അതും സെറ്റ് ആക്കി. ഞാൻ ഇന്ന് രാവിലെ ഒക്കെ എണീറ്റ് ടൈമിൽ എന്നും രാവിലെ വരിക ഇതുപോലെ ചുമ്മാ കഴിക്കാറില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഫുഡ് കഴിച്ചോർന്ന് കട്ടിലിരുന്നിട്ട് സ്പേസും കാര്യങ്ങളൊക്കെ കുറവാണ്. ബ്രോയുടെ റൂമൊക്കെ എല്ലാവർക്കും കാണാൻ പോണോ? കാരണം എന്റെ വീട്ടിൽ എത്ര ജനലുണ്ടെന്ന് വരെ എന്റെ പിള്ളേർക്ക് അറിയാം. കർട്ടൻ ചെയ്യാവുന്ന ചേട്ടന്മാരെ പറഞ്ഞു അരുണ ജനലയുടെ കണക്കൊന്നും വേണ്ട, വീഡിയോയിലെല്ലാം അറിയാം. ഈ വീട്ടിലത്തെ അവരുടെ അളവ് പോലും വേണ്ടി വന്നില്ല. അവർക്ക് എല്ലാവർക്കും അറിയാം എത്ര ജനലുണ്ട് എത്ര. കർട്ടനൊക്കെ ഇപ്പം ചെയ്തല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് മേലോട്ട് പോവാം. അത് മേലിൽ നിന്ന് തുടങ്ങാം. ഇവിടെ അല്ലേ ബ്രോയുടെ ഫോട്ടോ ഒക്കെ തൂക്കാനായിട്ടുള്ള സെറ്റപ്പ്? പയ്യൻ ഞാൻ കണ്ടായിരുന്നു സ്റ്റോറിക്കകത്ത് പയ്യന്മാര്. ഇതിപ്പോ മേടിച്ചല്ലേ? ലാസ്റ്റ് വീഡിയോക്കകത്ത് ഓക്സിജൻ പ്ലാന്റ്. വീട് ഒരു പ്ലാന്റേഷൻ ആക്കുവാണ്. മോനെ മണ്ടേ കയറുമ്പോ തന്നെ വേറൊരു വൈബ് കേട്ടോ. ഇതൊരു താഴത്തെ ഒരു താഴത്തെ ഹാളിനെ കാട്ടി സെറ്റപ്പ് ആയിട്ട് മോളിത്തെ ഹാള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിലയിലെ ഒരു അക്വേറിയം ഫിഷ് ടാങ്കും
ഇതിനെ പറ്റി എനിക്ക് മീനെ പറ്റിയിട്ട് വലിയ ഇതെന്താന്ന് വെച്ചാലേ വലിയൊരു ടാങ്ക് ഒക്കെ വാങ്ങണം എന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് ആ ഫണ്ടിന്റെ ചെറിയൊരു ഷോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പൊ അതും കൂടെ അങ്ങോട്ട് തീർക്കണം. അപ്പൊ വലിയൊരു ഫിഷ് ടാങ്ക് എത്ര വലിപ്പമുള്ളതൊക്കെ പ്ലാൻ ചെയ്തത്, പക്ഷെ അവസാനം ഇതിൽ ഒതുക്കേണ്ടി വന്നു. ഇത് തൃപ്രയാറിലെ കുടുങ്ങല്ലൂരുള്ള ഒരു ചേട്ട സ്നേഹത്തില് സ്നേഹ സമ്മാനം. ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് പുള്ളി പറഞ്ഞത് ഫൈബറാ. അപ്പൊ ഇനി ഭാവിയില് പൈസ ആവുമ്പോ ഇതിന്റെ വലിയൊരു ഉടനെ ചെയ്യാൻ പറ്റട്ടെ. അപ്പം ഇതിനകത്ത് മറ്റേ മീറ്റർ നമ്മുടെ ഈ സംഭവം കൊള്ളാല്ലേ, ഇതായിരുന്നു ബാങ്ക് ജോസിന്നൊക്കെ കിട്ടിയിട്ടുള്ള. അതായത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ട് നമുക്ക് ട്രോഫിയും ഐറ്റംസ് ഒന്നും കിട്ടിയിട്ടില്ല. യൂട്യൂബിൽ വന്നതിന് ശേഷം കിട്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ. ഇതിനെ നടുവിൽ ഞാൻ ഒരു ഗോൾഡും കൂടെ കൊണ്ടുപോയി. അത് ഒട്ടനെ കിട്ടും. ഗോൾഡ് കിട്ടിയിട്ട് ഞാൻ ഈ സംഭവത്തെ ചുമരിൽ ഫിറ്റ് ചെയ്തോളല്ലേ. അപ്പൊ ഒന്നല്ല രണ്ട്, നമ്മൾ ഈ ഒരെണ്ണം മേടിക്കാൻ വേണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഞാനിപ്പോ ഇത് പിന്നെ സിമ്പിൾ ആയിട്ട് കിട്ടി. രണ്ടാമത്തെ ചാനലിൽ ഓൾറെഡി പിള്ളേർക്ക് അറിയണം. ഗോൾഡാണ് പ്രശ്നം. 8,58,000 കേരള വീഡിയോസ് ഇല്ലല്ലോ, കണ്ടന്റ് കുറവല്ലോ. നമുക്കൊക്കെ കണ്ടന്റ് ഇല്ലല്ലോ, നമുക്ക് പ്രായം ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. നമുക്ക് ഇതന്നെ കണ്ടന്റ് ആക്കിട്ട് ഇടും വേണം. യാത്ര അല്ലെങ്കിൽ ബൈക്ക്. ഞാനിപ്പോ വീടിന്റെ ഇതിന്റെ ഒക്കെ കുത്തി കയറ്റുന്നുണ്ട്. പക്ഷെ ആ പിള്ളേർക്ക് ഇഷ്ടമാണ്. ബൈക്ക് വാങ്ങാൻ പറ്റില്ല, എനിക്കൊരു ഹെൽമെറ്റ് വാങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിഷമിച്ചിരിക്കണവരുണ്ട്. ട്രൈ ചെയ്ത് എന്തും നടക്കും. കാരണം എന്താ വെച്ചാൽ എന്റെ അച്ഛനച്ചാച്ചന്മാരുണ്ടാക്കിയിട്ടുള്ള ഒന്നും നടന്നില്ല. നമ്മളൊക്കെ സീറോന്ന് കയറി വന്നു. മറ്റേ നമ്മുടെ പഞ്ചായത്ത് വീട്ടിൽ നിന്നും വീടിന് മുമ്പ് വാടക വീടുകളുണ്ട്. അവിടെ നിന്നും ഈ ഒരു വലിയൊരു വീട്ടിലേക്ക് എത്തിയ ഒരു പ്രയാണം. ആ ഒരു പ്രയാണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണല്ലോ. ഇവിടുന്ന് പിന്നെ സ്പെഷ്യൽ ആയിട്ട് കാണിക്കാനുള്ള എന്തൊക്കെയാ, പിന്നെ ബ്രോഡ വീഡിയോ കാണിക്കാത്ത എക്സ്ക്ലൂസീവ് വല്ലതും ഉണ്ടോ? വല്ലതും തപ്പി നോക്കണം റോഹിന്, ഇവിടെ വല്ലതും കിട്ടുമോ കണ്ടന്റ്? ഇതാണ് കേട്ടോ നമ്മുടെ മച്ചാന്റെ സ്മോക്കി മച്ചാന്റെ റൂം. വളരെ സിമ്പിൾ ആണ്. ഇതാണ് ബ്രോയുടെ എഡിറ്റിംഗ് ലോകം. അല്ല ഇതൊന്ന് കാണിക്കട്ടെ, ക്യാമറയുടെ സെറ്റപ്പുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത്. അത് എന്തിന്റെ സംഭവം വെച്ചാൽ ഇതെനിക്ക് ബൈക്കിന്റെ റിവ്യൂ എടുക്കുമ്പോ ഞാൻ ഇത് യൂസ് 7. ഞാൻ ബൈക്കിന്റെ റിവ്യൂ എടുക്കാൻ 7 പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8, 9 സൈഡ് വരണം, മൈക്ക് പറ്റത്തില്ല. 8, 9 എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്ളോഗ് ചെയ്യണ സമയത്ത് എനിക്ക് പണി കിട്ടിയുണ്ട് ഓൾറെഡി. സ്റ്റെപ്പായിട്ട് 8 വെച്ചിട്ടുണ്ട്, 9 വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് 8 9 ഇഷ്ടം. ഞാൻ അതിലെ കൂടുതൽ വീഡിയോസ്. കുറച്ച് പേര് ഇപ്പം 9 സ്യൂട്ടായി വരുന്നുണ്ട്. അത് 9 കുറച്ച് വലിപ്പം കൂടുതൽ സ്റ്റെക്കായി പോകുന്നുണ്ട് ചില സമയത്ത്. അപ്പൊ അങ്ങനത്തെ. പിന്നെ ഇതൊക്കെ അടിച്ചു പോയിട്ടുള്ളതാ, അടിച്ചുപോയി കടലിറങ്ങി. ചില വെള്ളമൊന്നും ഗോപ്രോന് പറ്റില്ലല്ലോ. അതെ, അത് പ്രശ്നം എന്ന് പറഞ്ഞാലേ കുറച്ച് കഴിയുമ്പോഴത്തേനും ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വീഴും. ഗ്യാപ്പല്ലേ, സ്വിച്ച് ഒക്കെ ഉണ്ടല്ലേ, ആ ഒരു രീതിക്ക് വെള്ളം കണ്ടിട്ട് അടിച്ചുപോയി. ഒരു അന്ന് വെച്ചാ പൈസ കിട്ടി തുടങ്ങിയിട്ടില്ല യൂട്യൂബിൽ നിന്ന്. ആ ഒരു സമയത്ത് കഷ്ടപ്പെട്ടു വാങ്ങിച്ച ഗോപ്രോ അടിച്ചുപോയി. എന്നാലോചിച്ച് എന്നിട്ട് നമ്മള് തളർന്നില്ല. നമ്മള് ലോൺ എടുത്തിട്ട് പുതിയത് വാങ്ങിച്ചിട്ട് എഡിറ്റിംഗ് ഒന്നും കമ്പ്യൂട്ടറിലല്ല, എല്ലാ ഫോണിൽ തന്നെയാണല്ലേ. എന്തോ സംഭവം വെച്ചേക്കാണ്. ഇവിടെ 3 മണിക്ക് ഇടാനുള്ള വീഡിയോ ആണ്. നമ്മുടെ എഡിറ്റിംഗ് ഒക്കെ ഇങ്ങനെ വരും. ഇത് നമ്മുടെ സോഫ്റ്റ്വെയർ ഏതാണ്? ഇത് പവർ ഡയറക്ടറിലുള്ള എഡിറ്റിംഗ്. അപ്പൊ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഞാൻ ഇത് എഡിറ്റ് ചെയ്തോണ്ടിരിക്കും. അതാണല്ലേ പിന്നെ തിരിച്ചു വിളിച്ചത്. കമ്പ്യൂട്ടറിന്റെ ഫയൽ കോപ്പി ടെക്നിക്കലായിട്ടുള്ള സൈഡ് ഒന്നും അറിയില്ല. ഇതാണ് ബ്രോഡ ലാപ്പ് അസ്യൂസിന്റെ ആണ്. മറ്റേ ഇതെന്ത് പറ്റി? ഇതാണ് ബ്രോഡ മച്ചാന്റെ ലാപ്പ്. മറ്റേ ട്രാവൽ ചെയ്യണ സമയത്ത് അല്ല ഒരു മാക്ക് വാങ്ങിയില്ലായിരുന്നു, അത് കൊടുത്തോ? ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാൻ വേണ്ടിട്ട് മാത്രമേ. അതുകൊണ്ട് മച്ചാന്റെ പിന്നെ ഗ്ലാസും കാര്യങ്ങളൊക്കെ അതിനകത്ത് നമ്മളെ കാണുന്നുണ്ട്. ഇതാണ് കേട്ടോ മച്ചാന്റെ റൂമും കാര്യങ്ങളൊക്കെ, ഒരു AC യും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂട്ടുകാരൊക്കെ വരുമ്പോ ഇതൊക്കെ ഇത് പിങ്ക് കളർ. ഇത് പിന്നെ പെയിന്റ് അടിച്ചതാ? ഇല്ലില്ല, അതാ കറക്റ്റ്. ഈ അടിപൊളി ആക്കിയിട്ടുണ്ട്. ഗസ്റ്റ് റൂം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഗസ്റ്റുകളൊക്കെ വരുമ്പോ കിടക്കാനുള്ള സെറ്റപ്പ് ഉള്ള ഒരു റൂം. അവ ഇവിടെ തന്നെ വീട് മേടിച്ചത് പിന്നെ വെളിയിൽ ഇറങ്ങിയിട്ടില്ലെന്ന്. അപ്പൊ ഇതാണ് ബ്രോയുടെ വൈകിട്ടുള്ള കാര്യം പറയാനും ഒക്കെ ഉള്ള സ്ഥലം അല്ലേ. ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കുക, അപ്പം വെയിലടിക്കുക. കുറച്ച് കർട്ടനും കാര്യങ്ങളൊക്കെ വരും. അതായത് ഈ ഫുള്ള് കവർ ചെയ്യുന്ന കർട്ടൻ ഉണ്ടല്ലേ. ഇവിടെ നോക്കുമ്പോ സെറ്റപ്പ് ആണല്ലോ. ഫുള്ള് സോഫ പോലത്തെ ഒരു കസാര പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിന്റെ പേരൊന്നും എനിക്കറിയില്ല. മറ്റേ ഇങ്ങനെ ഇരിക്കില്ല, ഇതിരിക്കുന്നതാണോ? മറ്റേ ഇങ്ങനെ പൊക്കി എടുക്കുന്നില്ല, ബലൂൺ കണക്കത്തെ.
ബലൂൺ പോലത്തെ ഒരു സാധനം സംഭവം ന്യൂ ഇയറിന്റെ കൂടെ തന്നെ നമ്മൾ വീടിന്റെ കുറ്റൂശി നടത്തി. കുറ്റൂശി അതായത് ഇപ്പൊ ഒത്തൊരുമിച്ച് നിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ എന്തൊരു ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് 9 മണി, വീട്ടുകാർക്ക് 7 മണി, നാട്ടുകാർക്ക് 6 മണി. അതായത് ഒരുപാട് പേരൊന്നും വെച്ചിട്ടില്ല. അപ്പൊ ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഇടക്കിടക്ക് ഉണ്ടാവുന്ന ടീമുകളാണ്. അതായത് അശ്വിൻ, റസീൻ, ഞാൻ അവരുടെ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. ഇൻസ്റ്റയിൽ മാത്രമേ കണ്ടോളൂ, അല്ല യൂട്യൂബ് പിന്നെ വാട്സാപ്പിൽ മാത്രമേ സ്റ്റാറ്റസ് കണ്ടു. അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു. ക്രിസ്മസ്, വീടിന്റെ ചെലവ് എല്ലാം ന്യൂ ഇയറിന്റെ പൊളി ഒരു ഇതായിരുന്നല്ലേ ന്യൂ ഇയർ. പിന്നെ അങ്ങനെ ബ്രോയുടെ വീടെന്ന സ്വപ്നം, ഇനി എന്താണ് സ്വപ്നം അടുത്ത? ഈ സ്വപ്നം എന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്, പക്ഷെ അത് ഇപ്പോഴും നടക്കില്ല. സെപ്റ്റംബറൊക്കെ ആവണം. വണ്ടിയുടെ കാര്യം എങ്ങനെയാണ്? കാറിന്റെ കാര്യം കൊടുക്കുന്നൊക്കെ ഒരു അഭിഹിതണ്ട്. അതായത് ഞാൻ എന്തോടാ പറയുന്നത് ഇതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഫണ്ടിന്റെ കുറച്ച് പ്രശ്നമുണ്ട്. ഈ കാർ വിറ്റിട്ടുള്ള ഫണ്ട് കൊണ്ട് വേണം അതെടുക്കാൻ. പിന്നെ ഞാനൊരു ക്യാമ്പയിനൊക്കെ പോലെ അത് ഇതിനു വേണ്ടിട്ടല്ല, ആ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിട്ടാ. പിന്നെ അതൊക്കെ വേണ്ടെന്ന് വെച്ചു. ബ്രോ ഇടയ്ക്ക് നമ്മുടെ വാച്ചിന്റെ ഒരു ക്യാമ്പയിനിങ് ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ വാച്ച് വിറ്റിട്ട് അതിന്റെ ലാഭം ഇതിലേക്ക് വെച്ചാൽ ഭയങ്കര ടൈറ്റ് ആയിരുന്നു. ടൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ മൊബൈല് ബൈക്കൊക്കെ ഞാൻ കാണുന്നുണ്ട് നമ്മുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് ഡെയിലി. അത് തന്നെയല്ല നമ്മുടെ KTM യൂസ്ഡ് ബൈക്സ് പേജ് പോലും അപ്പൊ ഒരു സ്വന്തമായിട്ട് ഒരു പേജ് ഒക്കെ വിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. അതായത് ആൾക്കാരുടെ വിചാരം നമ്മൾ ഈ യൂട്യൂബ് വരുമാനമൊക്കെ ഫണ്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞപ്പോഴേ അവർ വിചാരം അപ്പൊ അങ്ങനെ ഒരു 50 വാച്ച് എടുത്തിട്ട് വിൽക്കാന്നുള്ള തരത്തില് ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞു, നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷെ ഉണ്ടായത് നേരെ തിരിച്ചാ. പിള്ളേര് 50, 100, 200 വെച്ചിട്ട് ചേട്ടാ എന്റെ ഇത്രയുള്ള ചേട്ടാ വാച്ച് തരണം ചേട്ടാ. പക്ഷെ എനിക്ക് സങ്കടം വരും. എനിക്ക് അവരുടെ സ്നേഹം കണ്ടപ്പോഴേ അത് വേണ്ടെന്ന് വെച്ചല്ലേ, കടം കയറി മുടിഞ്ഞാലും വേണ്ടില്ല. ഞാനത് ഡിലീറ്റ് ചെയ്തു. എനിക്ക് കിട്ടുന്ന മിക്ക ആൾക്കാർക്ക് ഞാൻ പൈസ ഇട്ട് കൊടുത്തു. പക്ഷെ അതിലൂടെ നമ്മുടെ സ്നേഹിക്കണം അതല്ല നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ വാച്ച് വിൽക്കുക, ആ ലാഭം എടുക്കുക, അങ്ങനെയായിരുന്നു. അതായത് ചെറിയൊരു 500-600 രൂപ ലാഭം. പക്ഷെ ഇതങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേ നിസ്സാര സമയം കൊണ്ടാണ് 100-5 രൂപ വരെ ഇട്ടവരുണ്ട്. അല്ല അവരുടെ സ്നേഹം കണ്ടു കഴിഞ്ഞാൽ വിചാരിച്ചെന്ന് വെച്ചാൽ നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ഈസി ആയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. സംഭവം മനസ്സിലായി. അപ്പൊ നമുക്ക് ഓരോ എക്സ്പീരിയൻസുകളാണ്, ഓരോ അനുഭവങ്ങൾ, ഓരോ മോശം അവസ്ഥ എന്ന് പറയുന്നത്. ഏറ്റവും മോശം അവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും നല്ല പാടാണ്. ആ സമയത്ത് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ഞാൻ വിചാരിച്ചു ഈ ഒരു സംഭവം ഞാനിത് അനുഭവിക്കേണ്ടതാണ്. അനുഭവിച്ചിട്ട് എന്റെ കഴിവുകൊണ്ട് തന്നെ ഞാൻ തീർക്കാന്നുള്ള വീട്ടില് വീഡിയോ ഡിലീറ്റ്. അപ്പൊ ഇതില് വലുത് എന്തായാലും പറയാലോ. ഒരു പ്രശ്നത്തിന് നമ്മൾ ഒരാളെ ആശ്രയിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അടുത്ത പ്രശ്നം വരുമ്പോൾ അത് തീർക്കാനുള്ള ഒരു മെച്യൂരിറ്റി ഇല്ലാണ്ടാവാം. ചിലപ്പോ ആ സമയത്ത് യൂട്യൂബ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ ക്യാമ്പയിൻ നടത്തിയിട്ട് എനിക്ക് ആ ഒരു ഫണ്ട് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ആ ഒരു പ്രോബ്ലത്തിന് ഞാനായിട്ട് തീർത്താന്ന് പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് പിള്ളേരുടെ സ്നേഹം സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഞാൻ അതോടുകൂടി ക്യാമ്പയിൻ ഡിലീറ്റ് ചെയ്തതാണ്. കുറെ നെഗറ്റീവ് ഒക്കെ വന്നു, പിന്നെ അതൊന്നും പ്രശ്നമില്ല. അതായത് ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയാം, ഇപ്പൊ വേറെ കുറെ ആൾക്കാർക്ക് വന്നിട്ടുള്ള ഒരു നെഗറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ക്യാമ്പയിൻസ് നടത്തുന്നുണ്ട്, 4 ദിവസം കഴിഞ്ഞാൽ വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അവർ ഉപയോഗിക്കുന്നത്. സംഭവം മനസ്സിലായി. ഇപ്പൊ ഞാനിപ്പോ ഇത് വാങ്ങിച്ചിട്ട് ഇപ്പൊ ഭാവിയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഹാരിയർ എടുക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ എന്റെ പ്ലാനാണ് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അവിടെ അടച്ചിട്ട് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ ക്യാമ്പയിൻ നടത്തിയിട്ട് ഞാൻ നോണ പറഞ്ഞിട്ട് ആ കാർ വാങ്ങിച്ചതാണ് ആൾക്കാർ പറയും. അതുകൊണ്ട് അത് ശരിയാണ്. അപ്പൊ അതോടുകൂടി അതൊക്കെ അവസാനം ഇപ്പൊ എല്ലാം ഭംഗിയായി. കാറ് വിൽക്കുകയാണെന്നുള്ളത് അതെന്തായാലും ബ്രോ നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനെ വിടുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് പണ്ടല്ലോ. അതിനെ പിന്തുടർന്ന് പിടിക്കുക എന്നുള്ളത് ഒരു വല്ലാതെ ഭയങ്കര സന്തോഷമാണ്. ഈ വീട് മേടിച്ച് താക്കോല് അമ്മയുടെ കൊടുത്തപ്പോ അമ്മയുടെ ഒരു സന്തോഷം എന്ത്, അല്ലെങ്കിൽ ആ ഒരു അതാണ് ഞാൻ പറഞ്ഞത്, ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. അതായത് എന്റെ മോൻ സ്വന്തമായിട്ട് വീട് മേടിച്ചു. ഞാൻ വരെ എല്ലാം വെച്ചാൽ സമയമാണ്. അതായത് നമുക്ക് നല്ല സമയം പൊട്ട സമയം എന്നൊക്കെ പറയും. അപ്പൊ നല്ല സമയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വെച്ചാലും നമ്മൾ വിചാരിച്ചാലും നടക്കും. ഇത് അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. ഞങ്ങൾ ഈ വീട് സ്വപ്നത്തിൽ വാങ്ങുന്നത്. എത്രത്തോളം വലിയൊരു വീട് മേടിക്കും നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് വീടാന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ഈ ഒരു യാത്ര കാണുമ്പോഴേ അറിയാം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊണ്ടേ വരത്തോളം. അങ്ങനെ ഞാൻ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ മൊബൈൽ ആഗ്രഹിച്ചിട്ട് പോലും ഞാൻ വീട്ടുകാരെ പോയി നമ്മള് മീൻ വെക്കാൻ പോവാ എല്ലാ പരിപാടി എടുത്ത് ആ പൈസ കൊണ്ട് ഞാൻ അന്ന് C6 N8 ആണ് ആ ഫോൺ ഞാൻ അന്ന് ഉപയോഗിച്ചു. അന്ന് ടൗസറിൽ നടക്കാം 100 രൂപയുടെ ടീഷർട്ട് ഉണ്ട്. അന്ന്
എന്നാലും നമ്മുടെ കയ്യിലിരിക്കുന്ന 10,000 അത് നമ്മൾ അത് വിട്ടോണ്ടൊരു കളിയില്ല. വൈബ് അങ്ങോട്ട് കിട്ടി കഴിഞ്ഞാല് അത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ലൈഫ് അങ്ങോട്ട് ഫുള്ള് നമുക്കൊരു കാര്യം നമ്മുടെ ബ്രോയുടെ കാറോടെ ഇപ്പോഴത്തെ സ്റ്റേജ് ഫൈനലി ഇപ്പം മോഡിഫൈ ചെയ്തിട്ട് മുമ്പ് നമുക്ക് കാർ എല്ലാവരും കാണിക്കും. അതൊക്കെ ഇന്നലെ നമ്മള് ഫുള്ള് വാട്ടർ സർവീസ് ഒക്കെ കഴിച്ച് കൊണ്ടുവന്ന് വെച്ചേക്കാം. എന്തായാലും മച്ചാൻ കൊടുക്കുമെന്ന് തീരുമാനിച്ചു. അപ്പം കൊടുക്കാൻ ഇഷ്ടമില്ല എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ നടക്കില്ല ബ്രോ. അതായത് എന്റെ ഫാമിലി യൂസിന് എനിക്ക് ഇത് മതി. പക്ഷെ എന്റെ കൂടെ എപ്പോഴും 8-9 പേരുണ്ടാവും. അപ്പൊ അവർക്ക് നമ്മുടെ ഒരു സൗകര്യം പോലെ അവർക്ക് വേണ്ട. വീഡിയോ എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ക്യാമറ ഹെൽപ്പിനൊക്കെ വേണ്ടിട്ട് അവരുണ്ടാവും. അപ്പൊ നമുക്ക് ഫൈനലി ഇത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ചെയ്തിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതായത് വീല് തൊട്ട് നമ്മൾ സകലത്ര സംഭവം മാറി. എനിക്ക് എഞ്ചിൻ മാത്രമല്ലോ ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്ത കാര്യങ്ങൾ ഒറ്റയടിക്ക്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ബാക്കിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മളൊരു റിവേഴ്സ് ക്യാമറ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് ഇവിടൊക്കെ വർക്കുള്ള സ്റ്റിക്കറുകൾക്ക് ബ്ലാക്ക് ആക്കിയിട്ടുണ്ടല്ലേ. മേളിലും റൂഫും ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. റൂഫ് റെയിലൊന്നും നമ്മൾ വെച്ചിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ അലോയ് വീല് അത്യാവശ്യം നല്ല അലോയ് ആണല്ലോ. നല്ല അലോയ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ടയറും മാറിയിട്ടുണ്ട്. ആ ബോൾട്ട് വരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള അലോയും ടയറും ഫുള്ള് ഈ സെറ്റ് ഫുള്ള് മാറിയിട്ടുണ്ട്. 2000 രൂപ അടുത്ത് ഈ ബോൾട്ടിന് വിലയുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ലേ. പിന്നെ ഇതൊക്കെ ഡോറിന്റെ മറ്റേ പ്രൊട്ടക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഒരു ഫോഗ് ലാമ്പ്. ഫ്രണ്ടിൽ നമ്മൾ അധികം ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഈ ഫോഗ് ലാമ്പ് സെപ്പറേറ്റ് വെച്ചല്ലേ. അതൊരു നല്ല വിലയുള്ള നല്ല കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം. അപ്പൊ അതിനൊരു പ്രശ്നമുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് ഇവിടെ ചെറുതായിട്ട് വരണണ്ട ഒരു കളറും അങ്ങനെ ഉണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. അത് ചിലപ്പോൾ നമ്മൾ മാറ്റും. പിന്നെ ഫ്രണ്ടിൽ ഇതൊന്ന് ലോഗോ ഒന്ന് കറുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇന്റീരിയറിലോട്ട് വരുമ്പോൾ വെളിയിൽ ഇത്രയല്ലേ ഉള്ളൂ. വെളിയിൽ ഇത്ര വർക്കുള്ളൂ. എന്നാൽ വെളിയിൽ അധികം ഒന്നും ചെയ്യണല്ലോ. വണ്ടി ഓൾറെഡി സുന്ദരിയാണല്ലോ. നമ്മുടെ വണ്ടി നമുക്ക് എപ്പോഴും സുന്ദരി തന്നെയാണ്. പിന്നെ തട്ടുവോ? ഇല്ലല്ലോ. പിന്നെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ നമ്മള് ഇതിലാകെ കൂടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. ഫ്രണ്ടിൽ 2 പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ നമ്മൾ അഡീഷണൽ ചെയ്തതാണ്. അതായത് ഇപ്പൊ ലാസ്റ്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്ക് റെസ്റ്റ്, അതേപോലെ തന്നെ നമ്മൾ സ്റ്റീരിയോ അപ്ഡേറ്റ് ചെയ്തു. വിൽക്കണ സമയത്ത് അത് ചെറിയ ഹാങ് ഉണ്ട്. അപ്പൊ വാങ്ങുന്ന ആൾക്കാർക്ക് ഉപകാരമായിക്കോട്ടെ. അതെ അതെ. ഇതിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വെച്ചേക്കണം. ഒരു 18,000 രൂപയുടെ അടുത്ത് വിലയുള്ളത്. അതേപോലെ തന്നെ നമ്മള് കുറെ കാര്യങ്ങൾ, ആംബിയൻസ് ലൈറ്റ്, പിന്നെ അടിയിലത്തെ മാറ്റ്, പിന്നെ സീറ്റ് കവർ, പിന്നെ ബാക്കിൽ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഡോർ സ്പീക്കേഴ്സ്, സബ് വൂഫർ, ആംപ്ലിഫയർ, പിന്നെ റിവേഴ്സ് ക്യാമറ നമ്മൾ പറഞ്ഞു അല്ലേ. അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയൊക്കെ ഫുൾ ഓപ്ഷൻ പോലെ. അതായത് അങ്ങനെ അതായത് ഫുൾ ഓപ്ഷൻ അല്ല, ഒരു 10 ലക്ഷം രൂപയുടെ റേഞ്ചിലുള്ള വണ്ടികളുണ്ടാവണം മിക്ക സാധനങ്ങളും. ഇപ്പൊ വാങ്ങണ ആൾക്ക് വാങ്ങണ ആൾക്ക് ശരി കോളാ. സെറാമിക് വരെ ചെളി കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി അതായത് നമുക്ക് കൊടുക്കാൻ പ്ലാനില്ലല്ലോ. പെട്ടെന്നാണ് അങ്ങനെ ഒരു മോഹം വന്നത്. കാരണം ഒരുപാട് അതെ നമ്മള് ഈ വീട് പണിയുമ്പോഴേ പിന്നെ കൊടുക്കാൻ പ്ലാനുള്ള വീട് ചിലവര് പിന്നെ പന്ന കട്ടക്കിട്ട് സ്വന്തമായിട്ട് താമസിക്കേണ്ട വീട് നല്ല രീതിയിൽ ഇതിപ്പോ എനിക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഇതിലെടുത്തത്. ഇപ്പൊ എന്തായാലും നമ്മൾ ഓൾ ഇന്ത്യ ചെറിയൊരു പ്ലാൻ ഉണ്ട്. ഹാരിയറിൽ ഇതിലെന്തായാലും പോകാൻ പറ്റില്ല. അപ്പൊ ഇതിൽ പോകാൻ പറ്റില്ല എന്നല്ല, ഞങ്ങളൊരു 9 പേർക്ക് ഇതിൽ പോകാൻ പറ്റില്ല. നമ്മുടെ പയ്യന്മാര് മറ്റേ എടുത്തിട്ട് ഒന്ന് മോഡിഫൈ ചെയ്ത് സെറ്റാക്കി പവറാക്കി പവർ വരട്ടെ. അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ കാറിന്റെ വിശേഷം. ഇനി ബൈക്കിന്റെ വിശേഷങ്ങളും കൂടെ കുറച്ച് വിശേഷമൊന്നുമില്ല. പവറോട് പവർ. 2 ടയർ മാറി എന്നിട്ട് അന്ന് കയറ്റി വെച്ചതാ. പിന്നെ വണ്ടി ഒന്ന് ചെറിയ ഓട്ടങ്ങള് സെറ്റ് ആയിട്ടില്ല. കൊറോണ നമുക്ക് ആഗ്രഹം ഇല്ലാണ്ടല്ല. ഞാൻ കാത്തിരുന്ന് ഏകദേശം കഴിഞ്ഞ മാർച്ച് 12 ഞാൻ ആൾക്കാരിൽ എൻഡ് ചെയ്തതാ. കഴിഞ്ഞ മാർച്ച് 12 ഞാൻ ആലപ്പുഴ വെച്ചിട്ട് ഷോർട്ട് റൈഡോളാ കൊടൈക്കനാൽ അങ്ങനെ. ഇപ്പൊ ഈ കൊറോണയുടെ സിറ്റുവേഷൻ കാരണം അല്ലെങ്കിൽ ഇപ്പോഴൊന്നും വീട്ടിലിരിക്കില്ല ഞാൻ. ഓക്കെ. അപ്പം ഈ ഒരാഴ്ചയായിട്ട് വീട്ടില് പോവാറങ്ങാ, ചെറിയ ഓട്ടങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളുള്ളൂ. ഇനി ഇറങ്ങി തുടങ്ങണം. ഇപ്പൊ നാളെ 3 പോവും. ഇനിയിപ്പോ 9 ട്രിപ്പാണ്. കാറിലാണ് 8-ാം തീയതി വരും. 7-ാം തീയതി വരും. നിലമ്പൂര് പോകും. കുറെ പരിപാടികളുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് മച്ചാന്റെ വീട്ടിന്റെ. ഇപ്പൊ നമ്മുടെ ഹോം ടൂർ കഴിഞ്ഞു, കാർ ടൂർ കഴിഞ്ഞു, ബൈക്ക് ടൂർ കഴിഞ്ഞു, എല്ലാ ടൂറും കഴിഞ്ഞു. അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇനി എന്താണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തൊക്കെ പറയാനുള്ളത്? എല്ലാവരോടും സ്നേഹം മാത്രം. നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ എല്ലായിടത്തും പറയാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത 100K ആണ് ഭയങ്കര ഡ്രീമാണ് കേട്ടോ. അത് ഉടനെ നമ്മളിങ്ങനെ അപ്പം ഇത്രയൊക്കെ പറഞ്ഞോണ്ട് വീഡിയോ അവസാനിപ്പിച്ചാലോ. അപ്പൊ മച്ചമാരെ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ബെല്ലൈക്കനും ചോട്ടി പൊട്ടിച്ച് കിണി അടിച്ചു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ സൈൻ ഓഫ്. വൈറസ് ലീഡ് ബൈ വിത്ത് ആരിൻ മച്ചാൻ. ഓക്കെ.
മോണിന്റെ ഷൂട്ടൊന്നും ഞാൻ അവസാനം അത് കുഴപ്പമില്ല. പൂച്ചയാണ്. അപ്പൊ അങ്ങനെ അതാരും കണ്ടോളിച്ചു 3 വർഷം കൊണ്ട് യൂട്യൂബിൽ തിളങ്ങി നിന്നിട്ട് കഷ്ടപ്പെട്ട് വീഡിയോ ലൈക്ക് ചെയ്താൽ വീഡിയോ ഇഷ്ടപ്പെട്ടു